ബിഗ് ബോസ് പുതിയ ഒരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാവിലെ കിച്ചണിൽ ഭയങ്കര അടി നടക്കുന്നുണ്ട്. നെവിനാണ് മുഖ്യമായിട്ടുള്ള അടി ഉണ്ടാക്കുന്ന ആള്. പിന്നെ രന ഫാത്തിമയുണ്ട്. രന ഫാത്തിമ നമ്മൾ അനുവിനെ ടാർഗറ്റ് ചെയ്ത് തന്നെ നടക്കുകയാണ്. വെറുതെ ചൊറിഞ്ഞു നടക്കുക രന ഫാത്തിമ. എനിക്ക് തോന്നുന്നു രനയ്ക്കൊരു സംശയമുണ്ട്, ആര്യനോട് അനുവിനൊരു ക്രഷ് ഉണ്ടോയെന്ന്. അത് രനയ്ക്ക് എത്ര പിടിക്കുന്നില്ല. രനയ്ക്ക് പുറത്തൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ആര്യനോട് ആക്ച്വലി ഉള്ള ക്രഷ് രനയ്ക്കാണെന്ന് തോന്നുന്നു. അതാണ് രന ഇങ്ങനെ അനുവിനെതിരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നടക്കുന്നത്. അല്ലാണ്ട് വേറൊരു കാര്യവുമില്ല. അനു നേരിട്ട് ഒരു കാര്യത്തിനും രനയുടെ ഏറ്റുമുട്ടത്തെ ഒരു കണ്ടസ്റ്റന്റും അല്ല. പിന്നെ ഇന്ന് രാവിലെ നടക്കുന്ന അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിനാണ്. നെവിൻ കിച്ചൺ ടീമിനകത്തുണ്ട്. നെവിനിപ്പോൾ അറിയാമല്ലോ, എല്ലാം കട്ട് എന്നൊക്കെ നടക്കുന്ന ഒരു ടീമല്ലായിരുന്നു. അപ്പം കള്ളാന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പരാതിയുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് നെവിൻ. നെവിൻ്റെ ഇഷ്ടപ്രകാരം ഒന്നും എടുത്ത് കഴിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ, അതായിരിക്കണം. അപ്പം അനുവൊക്കെ കൂടെ പറഞ്ഞ് അതിനകത്ത് നിന്ന് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നെവിനെ അവിടുന്ന് കിച്ചണിൽ നിന്ന് അവരുടെ ഡൈനിങ് ഏരിയയിൽ പോയിരുന്ന് നെവിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അനു എന്തോ അവിടെ നിന്നൊന്ന് കഴിച്ചപ്പോഴത്തേന് നെവിൻ ചാടി വന്നു. അവിടെ വന്ന് ഭയങ്കര പ്രശ്നമായി. ശാരീരിക ഏറ്റുമുട്ടി. അങ്ങനെ പിന്നെ അക്ബറുമായിട്ട് പ്രശ്നമായി. അങ്ങനെ നെവിനെ എല്ലാവരും കൂടെ എടുത്തിട്ട് ചാടിച്ചു. അവസാനം നെവിൻ പറഞ്ഞു, എന്നെ കള്ളാന്ന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആര്യൻ പറഞ്ഞു, ഇല്ല ഇനി നിന്നെ കള്ളാന്ന് വിളിക്കത്തില്ല, ആരും വിളിക്കത്തില്ല, ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളിക്കരുതെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ശാന്തമായിട്ടിരിക്കുന്നു. ഇതിനിടയിൽ വേറൊരു കളി നടന്നിട്ടുണ്ട്. നമ്മളുടെ അനുവിനെ ഒറ്റയ്ക്കാക്കാനുള്ള ഒരു രീതി കാണിക്കുന്നുണ്ട്. ശാരിക, ബിന്നി, രന ഫാത്തിമ ഇവരെല്ലാം കൂടെയാണ്. അപ്പം നമ്മളുടെ ശൈത്യ അനുവിന് സപ്പോർട്ടായിട്ട് നിന്നൊരു കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ ഇന്നലെ എലിമിനേഷൻ കഴിഞ്ഞ് എവിക്റ്റ് ആയില്ലല്ലോ, ശൈത്യ എവിക്റ്റ് ആയില്ല. അന്നേരം ആ ശൈത്യയെ വിളിച്ചിട്ട് ശാരികയല്ല സരിക, കലാഭവൻ സരിക മാറ്റി നിർത്തി പറയുന്നുണ്ട്, നീ അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കരുത്, അത് നിനക്ക് നെഗറ്റീവ് ആകും, അതായതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യക്ഷത്തിൽ ഒരു മാറ്റം കാണിക്കുന്നുണ്ട് ശൈത്യ. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരു ഗ്യാങ് രൂപീകരിച്ചിരിക്കുകയാണ് അനുമോൾക്കെതിരെ. പക്ഷെ അനുമോൾക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്. പുറത്ത് ആ കുട്ടിക്ക് അങ്ങനെ നെഗറ്റീവ് ഒന്നും വരുന്നില്ല. തന്നെയല്ല, കുറച്ചൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് അനുമോള് ഇതിനകത്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവരുടെ യഥാർത്ഥ ഒരു ക്യാരക്ടർ തന്നെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശൈത്യ അനുമോളിൽ നിന്ന് വിട്ട് എന്നാൽ എനിക്ക് തോന്നുന്നു അത് ശൈത്യക്ക് തന്നെ ദോഷം ചെയ്യത്തുള്ളൂ. കാരണം ശൈത്യ അനുമോൾക്ക് അനുകൂലമായിട്ട് എന്നാൽ ചിലപ്പോൾ അനുമോളുടെ ഫാൻസ് ശൈത്യക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇതിപ്പോൾ അങ്ങനെ അല്ലാത്തിടത്തോളം ഒരു പക്ഷേ നെക്സ്റ്റ് വീക്കിൽ തന്നെ ശൈത്യ ഔട്ടാകാൻ ചാൻസ് ഉണ്ട്. ഏതായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വരാം.